ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലുള്ള മുരിങ്ങ മരത്തുമെന്ന് നിന്നും മുരിങ്ങക്കായ പൊട്ടിക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരുപാട് പ്രാവശ്യമായിട്ട് നമ്മൾ വിളവ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ വർഷത്തെ തന്നെ ഒരു 4ാമത്തെയോ 5ാമത്തെയോ വിളവെടുപ്പാണ് കേട്ടോ ഇത്. മിക്കവാറും ഞാനും അമ്മയും മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ മുരിങ്ങ മരമാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിലുള്ളതൊന്നും എനിക്ക് അമ്മയ്ക്കൊന്നും ഇപ്പം നമ്മൾ ഇത്രയും നീളമുള്ള തോട്ടിയുണ്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റാറില്ല. അപ്പോൾ കുറേയൊക്കെ ഏറ്റവും മുകളിലുള്ളതൊക്കെ ഇതുപോലെ മൂത്ത് പഴുത്ത് ഉണങ്ങി വീണ് പോവാറ പതിവ്. അല്ലെങ്കിൽ കിളികൾക്കോ പക്ഷികൾക്കോ ഒക്കെ അത് കഴിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ബാലു വന്നതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ടെറസിൻ്റെ മേലെ കയറിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഏണി വെച്ചിട്ടോ പിന്നെ തോട്ടി 2-3 കഷ്ണം വെച്ച് കെട്ടിയിട്ടോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ബാലു അത് പറിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യവും ബാലുവാണ് കേട്ടോ പറിക്കണത്. അപ്പോൾ മുരിങ്ങക്കായ നമ്മൾ എങ്ങനെ പോയാലും ഒരു പ്രാവശ്യം നമുക്ക് 1.5 കിലോ 2 കിലോ വെച്ചിട്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. മുരിങ്ങക്കായ നമ്മൾ ഇതുവരെയും പുറത്തേക്ക് കാശിന് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ കൊണ്ടുപോകും. അതുപോലെ നമുക്ക് ഇപ്പുറത്തൊക്കെ നമ്മുടെ കസിൻസ് ഉണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാറാണ് കേട്ടോ പതിവ്. അത് മിക്കവാറും നമ്മുടെ അയൽപ്പക്കങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കില്ലാത്ത സാധനങ്ങൾ അവർ നമുക്ക് തരുന്നു, നമുക്കുള്ളത് നമ്മളങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയാണ് പതിവ് കേട്ടോ. എനിക്കിവിടെ അടുത്ത വീട്ടിൽ നിന്ന് കൊടപ്പുളി വരെ ഉണക്കി എന്താ പറയുക, അത്രയും നല്ല നീറ്റായിട്ട് ഒരു ഡബ്ബ കൊടപ്പുളിയോളം എനിക്ക് അടുത്ത വീട്ടിലൊരു ചേച്ചി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു നൈബർഹുഡിലാണ് ഞാൻ ജീവിക്കണത്. അപ്പോൾ അതാ മുരിങ്ങക്കായ നല്ല നാടൻ മുരിങ്ങയ്ക്കാണ് കേട്ടോ ഞങ്ങളുടേത്. കുറേ പേര് ഇത് കൊണ്ടുപോയിട്ട് നല്ല മൂത്തത് കൊണ്ടുപോയിട്ട് അതിൻ്റെ വിത്തിൽ നിന്നും അടുത്ത മുരിങ്ങ തൈയോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലയും അതെ നല്ല രസമാണ് കേട്ടോ. നല്ല നാടൻ മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക പറിച്ചെടുക്കാം. ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിലെ കടപ്ലാവ് എന്ന് പറയില്ല നമ്മൾ, കടച്ചക്കയും ഇല്ല, അതുപോലെ തന്നെ കൊടപ്പുളിയും ആണ് കേട്ടോ ഇല്ലാത്തത്. ഈ കോമ്പൗണ്ടിൽ ഞങ്ങൾ 7 വീടുണ്ട്. എൻ്റെ സ്വന്തം വീട്, പിന്നെ ഞങ്ങളുടെ വീട്, അതുപോലെ എൻ്റെ വല്യച്ഛൻ, ഇളയച്ഛൻ, വല്യച്ഛൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ ആയിട്ട് 7 വീടുണ്ട് കേട്ടോ. അപ്പോൾ ആ മൊത്തത്തിലുള്ള കോമ്പൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇല്ലാത്തത് കൊടപ്പുളിയും കടപ്ലാവ് ആണ് ഇല്ലാത്തത്. ബാക്കി ചക്ക, മുരിങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ തന്നെ നാടനല്ലാത്ത വേറൊരു വെറൈറ്റി മുരിങ്ങയുടെ ഉണ്ട്. അതുമൂലം ഒരുപാട് കൊലയായിട്ട് ഇടാറുണ്ട്. ഇപ്രാവശ്യം അതുമൂല പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മുരിങ്ങയ്ക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു വർഷം വരേക്കും നമുക്ക് മുരിങ്ങയ്ക്ക് ക്ഷാമില്ല കേട്ടോ. അപ്പോൾ അതാ ഇത്രയും മുരിങ്ങയ്ക്ക ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളതൊക്കെ അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഇത്രയും തന്നെ പൊട്ടിക്കാനുള്ളത് ഇനിയും അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 10-15ഓളം ഉണ്ട് കേട്ടോ. നല്ല നീളമുള്ള മുരിങ്ങയ്ക്കാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിലൊക്കെ നല്ല മാംസമായിട്ട് നല്ല ടേസ്റ്റുകളാണ്. എല്ലാ കറിക്കും സാമ്പാറും ഈ സീസണായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇവിടെ പരിപ്പ് മുരിങ്ങക്കായ മാങ്ങിയിട്ട് വെച്ചത്, പരിപ്പ് മുരിങ്ങക്കായ മാങ്ങ ഇല്ലാണ്ട് വെച്ചത്, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പേരിക്കറി, സാമ്പാർ, ഇങ്ങനെ പോകും കേട്ടോ നമ്മുടെ കറികളുടെ ലിസ്റ്റ്. ഇതാ കണ്ടോ, നല്ല നീളമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര വിശേഷങ്ങളുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.